വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഓണം എക്സാമിന് വേണ്ടുന്ന ഒരു മാർക്കിൻ്റെ ഒരു 50 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ ആവും നിങ്ങളെ ഇതിനകത്തിലിട്ടിരിക്കുന്നത്. നമ്മൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ചാപ്റ്ററിൻ്റെ മൊത്തം നോട്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഉണ്ട്. കാരണം എനിക്ക് തോന്നുന്നു 3 ചാപ്റ്റർ കംപ്ലീറ്റ് വേണ്ടാന്ന്. എന്തായാലും 3 ചാപ്റ്ററിൻ്റെ ഫുൾ നോട്ട് നമ്മുടെ ചാനലിൽ കാണും. അപ്പോൾ ആ 3 ചാപ്റ്ററിൻ്റെ ഒരു മാർഗം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, 2-3 മാർക്കിൻ്റെ ഒക്കെ. കാരണം ഇപ്പം തിരിച്ച് മറിച്ചും ഒക്കെ ചോദിക്കാം. അതിൻ്റെ കാര്യം ഇപ്പം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും. അതിൽ ഒരു മാർഗം എന്നും പറഞ്ഞാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം പ്രധാനപ്പെട്ടത് നോക്കിയാണ് 50 ക്വസ്റ്റ്യൻ ആൻസർ എഴുതി വെച്ചിരിക്കുന്നത്. വൃത്തിയായിട്ട് നിങ്ങളുടെ ബുക്കിൽ എഴുതിയെടുക്കണം കേട്ടോ. നല്ലപോലെ എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ. നോക്കണേ, ഒന്നാമത്തെ, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആര്? ഹു ഈസ് നോൺ ആസ് ദ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ? ദാദാഭായ് നവറോജി. സ്പെല്ലിംഗ് ഒക്കെ നല്ലതുപോലെ എഴുതിയെടുക്കണേ. സ്പെല്ലിംഗ് കറക്റ്റായിട്ട് എഴുതണേ നിങ്ങൾ കേട്ടോ. ഒന്നാമത്തെ. അടുത്ത രണ്ടാമത്തത്, ഇന്ത്യയിൽ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഇന്ത്യയിൽ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. വിച്ച് സോഷ്യൽ റിഫോർമർ സ്റ്റാർട്ടഡ് ദ പ്രസ് ഇൻ ഇന്ത്യ? രാജാറാം മോഹൻ റോയി. നാട്ടുഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആര്? ഹു ഇംപ്ലിമെൻറ്റഡ് ദ വെർനാക്കുലർ പ്രസ് ആക്ട്. നാട്ടുഭാഷാ പത്ര നിയമം ആരാണ് നടപ്പിലാക്കിയത്? ഇംപ്ലിമെൻറ്റഡ് എന്ന് വെച്ചാൽ നടപ്പിലാക്കിയത് ലോർഡ് ലിട്ടൺ ആണ് കേട്ടോ. ലിട്ടൺ, LYTTON, ലിട്ടൺ പ്രഭു. ലോർഡ് എന്ന് വെച്ചാൽ പ്രഭു എന്നാണ് അർത്ഥം കേട്ടോ. നാലാമത്തെ, ഹു റോട്ട് ദ പ്ലേ നീലദർപ്പൺ എന്ന നാടകം രചിച്ചത് ആരാണ്? ദീനബന്ധുമിത്ര. രാജാറാം മോഹൻ റോയി ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? സമ്പാദ് കൗമുദി. The newspaper started by രാജാറാം മോഹൻ റോയി. സമ്പാദ് കൗമുദി. 5 എണ്ണമായി. ആറാമത്തെ, ഹു വെയർ ദ ലീഡർ ഓഫ് ദ ഹോം റൂൾ ലീഗ്? ഹോം റൂൾ ലീഗിൻ്റെ നേതാക്കൾ ആരെല്ലാമായിരുന്നു? ഞാൻ പറയില്ലേ 2 മാർക്ക് 3 മാർക്കും ഒക്കെ വരുമെന്ന്. ചിലപ്പോൾ ഈ 3 പേരുടെ പേരെഴുതിയാൽ 3 മാർക്കൊക്കെ ആയിരിക്കാം കുഞ്ഞുങ്ങളെ. ഹോം റൂൾ ലീഗിൻ്റെ നേതാക്കൾ ആരെല്ലാമായിരുന്നു? ആനി ബസന്റ്, ബാലഗംഗാധര തിലക്. 2 പേരേ ഉള്ളൂ അല്ലേ? ഓക്കെ. മിൻറ്റോ മോർലി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ വർഷം. വെൻ വാസ് ദ മിൻറ്റോ മോർലി റിഫോം ഇംപ്ലിമെൻറ്റഡ്? 1909 ആണ് കേട്ടോ. 1990, 1909. 7 വൃത്തിയായിട്ട് എഴുതണേ. വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ എൻ്റെ പൊന്നുമക്കളെ കേട്ടോ. ഈ കാണുമ്പോൾ തന്നെ അങ്ങ് പഠിച്ചങ്ങ് പോകും. പിന്നെ പരീക്ഷയുടെ തലേന്നൊന്ന് ഓടിച്ചിട്ട് നോക്കിയാൽ മതിയല്ലോ കേട്ടോ. ഇപ്പം തന്നെ എഴുതിയെടുക്കുമ്പോൾ നിങ്ങൾക്കൊരു പകുതി എണ്ണത്തിൻ്റെയും പേരും നമ്മൾ നേരത്തെ പഠിച്ചതും ഒക്കെയാണ്. അപ്പം പരീക്ഷയുടെ തലേന്ന് നിങ്ങൾക്ക് ഇതൊന്ന് ഓടിച്ചിട്ട് നോക്കിയാൽ മതി, എല്ലാം അപ്പം മനസ്സിലാവും കേട്ടോ. ദത്തവകാശ നിരോധന നയം. ഡോക്ടർ ഓഫ് ലാബ്സ്. ദത്തവകാശ നിരോധന നയം ഡൽഹൌസി പ്രഭു. സൈനിക സഹായ വ്യവസ്ഥ ആരുടെയാണ്? സൈനിക സഹായ വ്യവസ്ഥ വെല്ലസ്ലി പ്രഭു. ലോർഡ് വെല്ലസ്ലി. ലോർഡെന്ന് വെച്ചാൽ പ്രഭു എന്നാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ലോർഡ് വെല്ലസ്ലി. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ 18ാമത്തെ പുസ്തകം. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ 18ാമത്തെ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കോസ്. ഇൻ വിച്ച് പബ്ലിക്കേഷൻ വാസ് ദ ഫസ്റ്റ് ബുക്ക്? ഇൻ വിച്ച് പബ്ലിക്കേഷൻ വാസ് ദ ഫസ്റ്റ് ബുക്ക് ഇൻ മലയാളം സ്ക്രിപ്റ്റ് പ്രിന്റഡ് അല്ലേ? ഹോർട്ടസ് മലബാറിക്കസ്. നല്ലപോലെ പഠിക്കണേ അത്. ആനന്ദമഠം എന്ന നോവൽ രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഹു റോട്ട് ദ നോവൽ ആനന്ദമഠ്? ഏതാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഹു ഫൗണ്ട് ആര്യമഹള സമാജം സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാഭായി. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. ആ ഒരു പാഠം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് വൺവേഡ് ചോദിക്കാൻ പറ്റുന്ന ഒരു പാഠമാണത്. മുക്തി മിഷൻ എന്ന പദ്ധതി ആരംഭിച്ചത് ആരാണ്? ഹു സ്റ്റാർട്ടഡ് ദ പ്രോജക്റ്റ് കാൾഡ് മുക്തി മിഷൻ?
പണ്ഡിത രമാഭായി ആണ്. ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രവർത്തന കേന്ദ്രം കൽക്കട്ടയാണ്. മെൻഷൻ ദ സെൻറ്റർ ഓഫ് ആക്ടിവിറ്റി ഓഫ് ഇന്ത്യൻ അസോസിയേഷൻ, കൽക്കട്ട. ബംഗാൾ വിഭജിച്ച വൈസ്രോയി ആരായിരുന്നു? ബംഗാളിനെ വിഭജിച്ച വൈസ്രോയി ആരായിരുന്നു? കഴ്സൺ പ്രഭു, ലോർഡ് കഴ്സൺ. നെയിം ദ വൈസ്രോയി ഹൂ പാർട്ടിഷൻഡ് ബംഗാൾ. അത് വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. ബംഗാൾ പാർട്ടിഷൻ ചെയ്ത ഏത് വൈസ്രോയിയാണ്? ലോർഡ് കഴ്സൺ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ അധ്യക്ഷ ആരാണ്? ദ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ആനി ബെസന്റ്. ആനി ബെസന്റ്. 17 കുഞ്ഞുങ്ങളെ. എല്ലാ ഞാൻ ഇച്ചിരി പാടുപെട്ടാലും എല്ലാം മലയാളവും ഇംഗ്ലീഷും അതുപോലെ തന്നെ വരി തിരിച്ച് നമ്പരൊക്കെ ഇട്ട് കറക്റ്റായിട്ട് നിങ്ങളെ എഴുതി കാണിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സോഷ്യൽ ഒരുപാട് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് പിന്നാട്ടെന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നവരുണ്ട്. അപ്പോൾ അതിനകത്തിലെ വൺ വേഡുകളാണ്. ഇനി അത് തപ്പി നിങ്ങൾ അത്രയും സമയം വേസ്റ്റ് ആക്കേണ്ട കുഞ്ഞുങ്ങളെ കേട്ടോ. 17 അടുത്ത 18. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ മെറിഡിയൻ അറ്റ് 180 ഡിഗ്രി? 180 ഡിഗ്രി രേഖാംശ രേഖയെ നമ്മൾ അറിയപ്പെടുന്ന പേരെന്താവും നിങ്ങളെ? ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നാ കേട്ടോ. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് അല്ല. ഇപ്പോൾ ഒരു മാർക്കിനൊക്കെ ഇതായിരിക്കും. ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ, അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. അടുത്തടുത്തുള്ള 2 രേഖാംശങ്ങൾ തമ്മിലുള്ള സമയവ്യത്യാസം എത്രയാണ്? വാട്ട് ഈസ് ദ ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് ലോഞ്ചിറ്റ്യൂഡ്? അടുത്തടുത്തെന്ന് ഉദ്ദേശിക്കുന്നതാണ് ഈ അഡ്ജസൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. ലോഞ്ചിറ്റ്യൂഡ് നമുക്കറിയാം അല്ലേ, രേഖാംശ രേഖകൾ. അവ തമ്മിലുള്ള വ്യത്യാസമാണ് 4 മിനിറ്റാണ്. 4 മിനിറ്റ്. ഭൂമിയുടെ ഏത് ചലനമാണ് കോറിയോലിസ് പ്രഭാവത്തിന് കാരണമാകുന്നത്? ഭൂമിയുടെ ഏത് ചലനമാണ് കോറിയോലിസ് പ്രഭാവത്തിന് കാരണമാകുന്നത്? വാട്ട് മൂവ്മെൻറ്റ് ഓഫ് ദ എർത്ത് കോസസ് ദ കോറിയോലിസിസ് എഫക്റ്റ്? റൊട്ടേഷൻ ഓഫ് ദ എർത്ത് ആണ് കേട്ടോ. റൊട്ടേഷൻ ഓഫ് ദി എർത്ത് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭൂമിയുടെ ഭ്രമണം കൊണ്ടാണ് കോറിയോലിസിസ് പ്രഭാവം അല്ലേ. അച്ചുതണ്ടിൻ്റെ ചരിവ് എത്രയാണെന്നൊരു ചോദ്യം ഉണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. അച്ചുതണ്ടിൻ്റെ ചരിവ് എത്രയാണ്? 23.5 കേട്ടോ. 0.5 എന്നും എഴുതാം, 1/2 എന്നും എഴുതാം കേട്ടോ. 23.5 ഡിഗ്രിയാണ്. വർഷത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്ന ദിവസം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നമ്മൾ പറഞ്ഞ ഓരോ വർഷവും ഏറ്റവും കൂടുതൽ പകലുണ്ട്, കൂടുതൽ രാത്രിയുണ്ടെന്നൊക്കെ നമ്മൾ ആ പാഠത്തിൽ എർത്തിൻ്റെ പാഠത്തിൽ പഠിച്ചതാണ്. അതിൽ ഏറ്റവും കൂടുതൽ പകലുള്ള ദിവസത്തിനെ നമ്മളൊരു പേര് അറിയപ്പെടുന്നത് അറിയോ? ഗ്രീഷ്മ അയനാന്തം അല്ലെങ്കിൽ സമ്മർ സോൾസ്റ്റിസ് എന്നാണ് പറയുന്നത്. വർഷത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്നത് ദിവസം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സമ്മർ സോൾസ്റ്റിസ്, ഗ്രീഷ്മ അയനാന്തം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഡേ വെൻ ദ ലോങ്സ്റ്റ് ഡേ ഓഫ് ദ ഇയർ ഈസ് എക്സ്പീരിയൻസ്ഡ്? രാത്രിയും പകലും ഉണ്ടാകാനുള്ള കാരണം എന്ത്? വാട്ട് ഈസ് ദ റീസൺസ് ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ഡേ ആൻഡ് നൈറ്റ്? റൊട്ടേഷൻ ഓഫ് ദ എർത്ത് അല്ലേ, ഭൂമിയുടെ ഭ്രമണം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഗ്രീനിച്ച് സമയം നിർണ്ണയിക്കാൻ പരിഗണിക്കുന്ന അടിസ്ഥാന രേഖാംശം ഏതാണ്? വിച്ച് മെറീഡിയൻ ഈസ് കൺസിഡേർഡ് ഫോർ ഡിറ്റർമൈനിങ് ഗ്രീൻവിച്ച് മീൻസ് ടൈം? ഏതാണ്? പ്രൈം മെറീഡിയൻ ആണ്. പ്രൈം മെറീഡിയൻ. ഇതുപോലെ തന്നെ എഴുതിയെടുക്കണേ. പ്രൈം മെറീഡിയൻ 24 25. ദ ഡേ ജൂൺ 21 അല്ലേ, ജൂൺ 21 അല്ലെ, ജൂൺ 21 അറിയപ്പെടുന്നത് സമ്മർ സോൾസ്റ്റിസ് എന്നാണ് അല്ലേ. സമ്മർ സോൾസ്റ്റിസ് അതായത് പകൽ കൂടുതലാണ് അല്ലേ, അതുകൊണ്ടാണ് സമ്മർ സോൾസ്റ്റിസ്. മുമ്പ് നമ്മൾ പറഞ്ഞതാ, വർഷത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്ന ദിവസം ഏതാ? സമ്മർ സോൾസ്റ്റിസ്. ആ ദിവസം ജൂൺ 21 വർഷത്തിൽ എല്ലാ ദിവസവും സൂര്യരശ്മി ലംബമായി പതിക്കുന്നത് ഏത് ഭാഗത്തോട്ടാവും നിങ്ങളെ? വർഷത്തിൽ എല്ലാ ദിവസവും സൂര്യരശ്മി ലംബമായി പതിക്കുന്നത് ഭൂമധ്യരേഖയിലാണ് കേട്ടോ, ഇക്വേറ്ററിൽ. ദ സൺറൈസ് വെർട്ടിക്കലി ഫുൾ എവറി ഡേ ഓഫ് ദ ഇയർ. ഏതാണ്? ഇക്വേറ്റർ. ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് എത്ര സമയമെടുക്കും? ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് എത്ര സമയമെടുക്കും? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ ദ എർത്ത് ടു കംപ്ലീറ്റ് 1 റവല്യൂഷൻ? 365 ഡേയ്സ് കേട്ടോ. 365 1/4 എന്ന് വെച്ചാൽ 1/4 ഡേയ്സ്. വെൻ ഡസ് അപ്ഹീലിയൻ ഒക്കയർ? വെൻ ഡസ് അപ്ഹീലിയൻ ഒക്കയർ? സൂര്യോച്ഛം അനുഭവപ്പെടുന്നത് എപ്പോഴാണ്? ജൂലൈ 4 കേട്ടോ. ജൂലൈ 4. ഭൂമിയുടെ ഭ്രമണം മൂലമുണ്ടാകുന്ന പ്രധാന പ്രഭാവങ്ങളിലൊന്നാണ് നമ്മുടെ കോറിയോലിസിസ് പ്രഭാവം. ഭൂമിയുടെ കറങ്ങുന്നില്ലേ, റൊട്ടേഷന്, അത് മൂലം ദ മെയിൻ എഫക്റ്റ് കോസ്ഡ് ബൈ ദ എർത്ത് റൊട്ടേഷൻസ്, കോറിയോലിസിസ് എഫക്റ്റ്. വാട്ട് ആർ ദ ഡേ വെൻ ഇക്വിനോക്സ് ആർ
എക്സ്പീരിയൻസ്ഡ്? വാട്ട് ആർ ദ ഡേയ്സ് വെൻ ഇക്വിനോക്സ് ആർ എക്സ്പീരിയൻസ്ഡ്? സമരാത്ര ദിനങ്ങൾ അനുഭവപ്പെടുന്ന ദിവസങ്ങൾ ഏതെല്ലാം? സമരാത്ര ദിനങ്ങൾ അനുഭവിക്കുന്ന ദിവസങ്ങൾ മാർച്ച് 21 സെപ്റ്റംബർ 23 കേട്ടോ. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്പ്രിംഗ് സീസൺ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളത് കഴിഞ്ഞ എർത്തിൻ്റെ പാഠത്തിൻ്റെ 3ാമത്തെ ലിങ്കിൽ ഇട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. സീസണുകളെ കുറിച്ച് എർത്തിൻ്റെ പാർട്ടിൽ 3ാമത്തേത് കിടപ്പുണ്ട് കേട്ടോ. 3ാമത്തെ പാർട്ടി കിടപ്പുണ്ട്. ഏതാ? നമ്മുടെ സീസണുകളെ കുറിച്ചെല്ലാം. വസന്തകാലത്തിൻ്റെ സവിശേഷത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സുകൾ ബ്ലൂം ചെയ്യും അല്ലേ. ബ്ലൂംസ് ആൻഡ് ബിയർ ഫ്രൂട്ട്സ് സസ്യങ്ങൾ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത്, സസ്യങ്ങൾ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത് വസന്തകാലത്താണ് അല്ലേ. പിന്നെ ദ ലെങ്ത് ഓഫ് ദ ഡേ ഈസ് ഗ്രാജുവലി ഇൻക്രീസ്. ഈ സമയങ്ങളിൽ പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കൂടി വരും കേട്ടോ. പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കൂടി വരുന്നു. അടുത്ത 32. സൂര്യരശ്മികൾ ഏത് അക്ഷാംശ രേഖയിലാണ് ലംബമായി പതിക്കുന്നത്? മുമ്പ് നമ്മൾ പറഞ്ഞതല്ലേ, അതൊന്ന് പറഞ്ഞായിരുന്നു തോന്നുന്നല്ലേ. സൂര്യരശ്മി ഏത് രേഖയിലാണ് ലംബമായിട്ട് പതിക്കുന്നതെന്ന് മുമ്പ് ഒന്ന് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ഏതാ? ഭൂമധ്യ രേഖയിലാണ് കേട്ടോ. ഭൂമധ്യ രേഖയിൽ. ഓക്കെ, ഇക്വേറ്റർ ആണ്, ഇക്വേറ്റർ. അപ്പം 33ാമത്തെ ചോദ്യം, ഭൂമിയുടെ ഭ്രമണദിശ. ഭൂമിയുടെ ഭ്രമണദിശ എങ്ങോട്ടാവും നിങ്ങളെ? നമ്മൾ കുറേ പഠിച്ചതല്ലേ. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ഭൂമിയുടെ ഭ്രമണദിശ. ടിൽറ്റ് ഓഫ് ദ എർത്ത് ആക്സിസ്, അതിൻ്റെ അച്ചുതണ്ടിൻ്റെ, ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് 23.5 ഡിഗ്രിയാണ് അല്ലേ. വാട്ട് ആർ ദ റിസൾട്ട് ഓഫ് ദ എർത്ത് റൊട്ടേഷൻ? ഭൂഭ്രമണത്തിൻ്റെ ഫലങ്ങൾ എന്തെല്ലാമാണ്? 2 മാർക്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മുടെ ഈ ഭൂഭ്രമണത്തിന്, ഭൂമി ഭ്രമണം ചെയ്യുമല്ലോ അല്ലേ, ആ റൊട്ടേഷൻസ്, അതിൻ്റെ ഫലങ്ങൾ എന്തെല്ലാമാണ്? അത് കറങ്ങുന്നത് കൊണ്ടാണ് ഒക്കറൻസ് ഓഫ് ഡേ ആൻഡ് നൈറ്റ്. നമുക്ക് രാത്രിയും പകലും ഉണ്ടാകുന്നുണ്ട് അല്ലേ, ദിനരാത്രങ്ങൾ. പിന്നെ ടൈഡ്സ് എന്ന് വെച്ചാൽ വേലികൾ നട്ട്, വേലിയേറ്റവും വേലിയിറക്കവും എന്നൊക്കെ ഇല്ലേ. കോറിയോലിസിസ് എഫക്റ്റ് ഉണ്ടാകുന്ന എല്ലാം എന്താണ്? നമ്മുടെ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇനി ബൈ വാട്ട് നെയിം ഓഫ് ദ ലോക്കൽ ടൈം അറ്റ് ദ പ്രൈം മെറിഡിയൻ നോണസ്? പ്രൈം മെറിഡിയനിലെ പ്രാദേശിക സമയം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈം മെറിഡിയനിലെ പ്രാദേശിക സമയം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗ്രീൻവിച്ച് ആണ് കേട്ടോ. ഗ്രീൻവിച്ച് മീൻ ടൈമിലാണ്, ഗ്രീൻവിച്ച് സമയത്തിലാണ്. ഓക്കെ, 37ാമത്തത്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് ദ എർത്ത്? ഭൂമിയുടെ വിവിധതരം ചലനങ്ങൾ ഏതെല്ലാം? അത് ഇമ്പോർട്ടൻ്റ് ആവും നിങ്ങൾ. ഭൂമിയുടെ വിവിധതരം ചലനങ്ങൾ ഏതൊക്കെയാണ്? റൊട്ടേഷന്, റവല്യൂഷന്, പ്രിസെക്ഷന്, ഭ്രമണം, പരിക്രമണം, പുരസരണം. പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കോട്ട ഏതാണ്? മാനുവൽ കോട്ടയാണ് കേട്ടോ. മാനുവൽ. വിച്ച് വാസ് ദ ഫസ്റ്റ് ഫോർട്ട് ബിൽഡ് ബൈ ദ പോർച്ചുഗീസ് ഇൻ ഇന്ത്യ? ഏതാവും നിങ്ങളെ? ഫോർട്ട് മാനുവൽ. വാസ്കോഡഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേർന്ന കപ്പലുകൾ ഏതെല്ലാം? ഒന്നാമത്തെ പടത്തിൽ ഇതൊക്കെ വാസ്കോഡഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേർന്ന കപ്പലുകൾ. വിച്ച് ഷിപ്പ് ഡിഡ് വാസ്കോഡഗാമ ആൻഡ് ഹിസ് ടീം ടു റീച്ച് ഇന്ത്യ? യൂസ് ടു റീച്ച് ഇന്ത്യ? ഏതാണ്? സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ. ഈ 3 എണ്ണമാണ് അല്ലേ. നമ്മൾ ഒന്നാമത്തെ പടത്തിൽ ഇതൊക്കെ നല്ലപോലെ പഠിച്ചതാ. ഓക്കെ ആണോ? 39 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. 40ാമത്തെ ചോദ്യം, പ്ലാസി യുദ്ധം നടന്ന വർഷം എന്നാണ്? പ്ലാസി യുദ്ധം നടന്ന വർഷം 1757 പ്ലാസി യുദ്ധം നടന്നത്. അടുത്തത്, സാധുജന പരിപാലന സംഘം. അങ്ങനെ കേൾക്കുമ്പോഴേ ഓർത്തോണം, അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയാണ്. അതുപോലെ തന്നെയാണ് ഡ്രെയിനേജ് തിയറി. അതായത് ചോർച്ചാ സിദ്ധാന്തം എന്ന് കേൾക്കുമ്പോഴേ അത് ദാദാഭായ് നവറോജിയാണ്. ചോർച്ചാ സിദ്ധാന്തം ആരുടെ പുസ്തകമാണ്? ആരുടെ കുഞ്ഞുങ്ങളെ? ദാദാഭായ് നവറോജി. ഹൂ ബുക്ക് ഈസ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ആൾസോ റിലേറ്റഡ് ടു ദ ഡ്രെയിൻ തിയറി? ദാദാഭായ് നവറോജി. ഇനി സതി എന്ന് കേൾക്കുമ്പോഴേ ഓർത്തോണ രാജാറാം മോഹൻ റോയ് അല്ലേ. സതി നിർത്തലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവ്. വിച്ച് റിഫോർമർ, സോഷ്യൽ റിഫോർമർ അബോളിഷ്ഡ് സതി നിർത്തലാക്കിയത് രാജാറാം മോഹൻ റോയ് ആണ്. 1916 ലക്നൗ സമ്മേളനത്തിൻ്റെ സുപ്രധാന തീരുമാനങ്ങൾ എന്തെല്ലാമായിരുന്നു? ഇമ്പോർട്ടൻ്റ് ഡിസിഷൻസ് ഓഫ് ദ ലക്നൗ കോൺഫറൻസ് ഓഫ് ദ കോൺഗ്രസ് ഹെൽഡ് ഇൻ 1916. 1916 ലക്നൌവിലെ നടന്ന സമ്മേളനത്തിലെ സുപ്രധാന തീരുമാനങ്ങൾ, ഡിസിഷൻ എന്തെല്ലാമായിരുന്നു? ദ മോഡറേറ്റ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ് ഷുഡ് യൂണിറ്റ്. ദ മോഡറേറ്റ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ് ഷുഡ് യൂണിറ്റ്. പിന്നെ മുസ്ലിംസ് ലീഗ് ഷുഡ് വർക്ക് ടുഗദർ.
ഇതൊക്കെ കുഞ്ഞുങ്ങളെ ദ മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ് ഷുഡ് യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ? അത് മലയാളം ഞാൻ എഴുതിയില്ലേ. മിതവാദികളും തീവ്ര ദേശീയവാദികളും കൂടെ ഐക്യപ്പെട്ടു. യൂണിറ്റ് എന്ന് വെച്ചാൽ ഐക്യതയോടെ, യൂണിറ്റ് അല്ലേ. ഇവിടെ യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താ, അവർ ഐക്യതയോടെ ആരൊക്കെ തങ്ങളാ? മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും. അവരെന്തൊക്കെയാണെന്ന് നമ്മുടെ പാഠത്തിൽ പറയുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. മോഡറേറ്റ്സ് എന്ന് വെച്ചാൽ മിതവാദികൾ അല്ലേ, എക്സ്ട്രീമിസ്റ്റ് എന്ന് വെച്ചാൽ തീവ്രവാദികൾ. അവർ തങ്ങളിൽ ഐക്യമുണ്ടാക്കുക. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആൻഡ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഷുഡ് വർക്ക് ടുഗദർ എന്ന് വെച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും കൂടെ ഒരുമിപ്പിച്ച് പ്രവർത്തിപ്പിക്കുക എന്നതുമായിരുന്നു കേട്ടോ. അതിൻ്റെ മലയാളം ഞാൻ എഴുതാൻ മറന്നുപോയതാണ്. മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും ഒറ്റക്കെട്ടാ അല്ലേ. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും കൂടെ ഒരുമിക്കണം അല്ലേ. ഇതൊക്കെയായിരുന്നു അവരുടെ ആരുടെയാ ലക്നൗ കോൺഫറൻസിലെ പ്രധാന തീരുമാനങ്ങൾ. മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ആദരസൂചകമായി മഹാത്മാ എന്ന് വിളിക്കുന്ന ആരെയായിരുന്നു നിങ്ങളെ? ജ്യോതിറാവ് ഫുലെ. മഹാത്മാ എന്ന് എവിടെ കേട്ടാലും ജ്യോതിറാവ് ഫുലെ. പണ്ഡിത എന്ന് എവിടെ കേട്ടാലും ആരെയാണ്? നമ്മുടെ പണ്ഡിത രമാഭായി. ആര്യ മഹിളാ സമാജമാണേ പണ്ഡിത രമാഭായി കേട്ടോ. 47. പിന്നെ 48. ഇൻ വിച്ച് ഇയർ ഡിഡ് ദ തുർക്ക് ക്യാപ്ചേർഡ് കോൺസ്റ്റാന്റിനോപ്പിൾ? തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയ വർഷം ഏതാണ്? 1453. 1400 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയ വർഷം 1453. ആനന്ദമഠം എന്ന നോവൽ രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഹു റോട്ട് ദ നോവൽ ആനന്ദമത്ത് അല്ലേ. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയങ്കോട്ട പിടിച്ചെടുത്തത് ആരായിരുന്നു? പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയിട്ട് നമ്മുടെ ചാലിയങ്കോട്ട പിടിച്ചെടുത്തത് ആരായിരുന്നു? ഹു ഡിഫീറ്റഡ് ദ പോർച്ചുഗീസ് ആൻഡ് ക്യാപ്ചേർഡ് ചാലിയം ഫോർട്ട്? കുഞ്ഞാലി മൂന്നാമനായിരുന്നു കേട്ടോ. കുഞ്ഞാലി 1ഉം 2ഉം അല്ല, മൂന്നാമനായിരുന്നു അത് പിടിച്ചെടുത്തത്. 1ഉം 2ഉം ഒക്കെ പരാജയപ്പെട്ടു പോയി അല്ലേ. നമ്മൾ ആ പാഠത്തിൽ നല്ലപോലെ പഠിച്ചതാ അല്ലേ. ഇൻവേഷൻ്റെ 1ാമത്തെ പാഠത്തിൽ അതൊക്കെ നല്ലതുപോലെ പഠിച്ച കുഞ്ഞുങ്ങളെ. അപ്പം 50 ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ തന്നിട്ടുണ്ട്. ആ 50 എണ്ണവും നിങ്ങൾ എന്ത് ചെയ്യണം? വൃത്തിയായിട്ട് അങ്ങ് എഴുതിയെടുക്കണം കേട്ടോ. ഇന്ന് രാവിലെ തൊട്ട് എൻ്റെ ജോലി ഇതാ കുഞ്ഞുങ്ങളെ. ഇതെല്ലാം എത്ര പേപ്പറിൽ ഇരുന്ന് എഴുതിയുണ്ടോ, എത്ര പേപ്പറിൽ ഇരുന്ന് എഴുതി കണ്ടോ. നിങ്ങളെ എൻ്റെ ചാനൽ കാണുന്ന കുട്ടികൾക്ക് സോഷ്യലിന് നല്ല മാർക്ക് വേണ്ടേ. എന്നെ പ്രതീക്ഷിച്ച് ഒരുപാട് പേര് നോട്ട് എഴുതിയെടുക്കുന്നുണ്ട്, ഞാൻ കമൻറ്റ് വായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സമയം എടുത്ത് ഇത്രയും ഇരുന്ന് എഴുതിയെടുത്തത്. നിങ്ങളതെന്ത് ചെയ്യുക? വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. എഴുതിയെടുത്തിട്ട് എൻ്റെ അടുത്ത് കമൻറ്റ് പറയണേ കേട്ടോ. 50 എണ്ണവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ജയിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് ഇത്രയും പഠിക്കുന്ന കുട്ടികൾ ജയിച്ചു. പിന്നെ ഇനി നമ്മൾ A+ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബാക്കി ചാനൽ നമ്മുടെ ചാനലിൽ തന്നെ ക്വസ്റ്റ്യൻ ആൻസറുകളെല്ലാം കിടപ്പുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെയും പ്രാധാന്യവും എന്തുകൊണ്ടാണ് എങ്ങനെയാണ് എന്നൊക്കെ സോഷ്യലി ചോദിക്കും. അതൊക്കെയും പഠിക്കണം. ഓക്കെ നിങ്ങളെ. അപ്പം താങ്ക് യു. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. താങ്ക് യു.